ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ബോണ്ടയാണ്. വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടണം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടണം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇടണം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിടണം. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇടണം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ്. ആവശ്യത്തിന് ഉപ്പിടണം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി പൊടിച്ചെടുത്തതാണ്. ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടാതെയാണ് പുഴുങ്ങിയെടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തണുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് 1 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മാവ് കലക്കിയെടുക്കാം. മാവ് ഇത്രയും കട്ടിയിൽ കലക്കിയെടുക്കണം. മാവിന് ഇത്രയെങ്കിലും കട്ടി വേണം. തണുത്ത ശേഷം ഇതുപോലെ മുഴുവനും ഉരുട്ടി വയ്ക്കണം. ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കണം. ഇത് ഞാൻ സ്പൂണ് കൊണ്ട് ചെയ്യുന്നതാണ്. സ്പൂണ് കൊണ്ട് ചെയ്യാനാണ് എളുപ്പം. ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം.
ഉരുളക്കിഴങ്ങ് ബോണ്ടർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.